അസ്വാഭാവികമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു മുഖ്യമന്ത്രിയുടേത്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങൾ ഇതുവരെ നിരീക്ഷിച്ചതിൽ നിന്ന് ഒരുപക്ഷെ ഇത്രയും ദീർഘമായ ഒരു വാർത്താ സമ്മേളനം വളരെ അപൂർവമാണ് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പിണറായി വിജയൻ തന്നെ നടത്തിയിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ അതേക്കുറിച്ചുള്ള ചെറിയ വിശകലനം, ഈ അൻവറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള അല്ലെങ്കിൽ അൻവറും പി ശശിയും തമ്മിലുള്ള ഈ തർക്കം, അതിലെ അൻവറിൻ്റെ അടവ് നയം, ഇതേക്കുറിച്ചൊക്കെ ചെറുതായി ഒന്ന് സംസാരിക്കാൻ ഒരു പതിവ് ചർച്ചാ പരിപാടിയുടെ സ്വഭാവം അല്ലാതെ തന്നെ ഈ സനീഷ് കൂടി ഇന്നിപ്പോൾ ഒപ്പം ചേരുന്നുണ്ട്. അതിനു മുൻപ് പി വി അൻവറിൻ്റെ വാർത്താ സമ്മേളനം സംബന്ധിച്ച റിപ്പോർട്ട് കൂടി കണ്ടതിന് ശേഷം അതിലേക്ക് പോകാം. പി ശശിയെ സംരക്ഷിച്ച് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി മണിക്കൂറുകൾക്കകം ശശിക്ക് എതിരായ ആക്രമണം വീണ്ടും കടുപ്പിച്ചു പി വി അൻവർ. പാർട്ടിയെയും പിണറായിയെയും തള്ളിപ്പറയില്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രി ഇന്ന് ഉന്നയിച്ച സകല വാദങ്ങളും അൻവർ തന്ത്രപൂർവ്വം തള്ളി. പി ശശി കള്ളക്കടത്ത് സ്വർണത്തിന്റെ പങ്കുപറ്റുന്നുവെന്നും കള്ളന്മാരുടെ കൈക്കൂലിപ്പണം പറ്റുന്നുവെന്നും വരെ അൻവർ പറഞ്ഞുവച്ചു. അൻവർ രണ്ടും കൽപ്പിച്ചാണ്. നെറുകൊന്തലയിൽ തന്നെയാണ് ആവർത്തിച്ചുള്ള പ്രഹരങ്ങൾ. മുഖ്യമന്ത്രിയെ വിശ്വാസമാണ്, തള്ളിപ്പറയാനില്ല. പക്ഷേ കൂടെ നിൽക്കുന്നവരുടെ ഉദ്ദേശം അദ്ദേഹത്തെ പൊട്ടക്കിണറ്റിൽ ചാടിക്കുകയാണ്. ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് പൂർണ്ണമായും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ബോധ്യം അതാണ്. ആ തെറ്റിദ്ധാരണ മാറുമ്പോൾ CM എന്ന് സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ്, അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട CM ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ എളിയ സ്നേഹത്തോടു കൂടിയുള്ള അഭ്യർത്ഥന. പി ശശിയെ മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടാകും, അത് അദ്ദേഹത്തിന്റെ വിശ്വാസം, തനിക്കതില്ല. പി ശശിക്കെതിരായി താൻ ഉയർത്തുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമല്ല. കള്ളക്കടത്ത് സ്വർണത്തിന്റെ പങ്ക് പി ശശി പറ്റുന്നു എന്ന് സംശയമുണ്ട്. ശശി പഴയ ശശി തന്നെ, ഒരു ഇഞ്ച് മാറിയിട്ടില്ല. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണ് എന്ന് ബഹുമാനപ്പെട്ട CM പറയുന്നത് അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണ്. എനിക്ക് ആ വിശ്വാസം തീരെയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന അഭിപ്രായം എനിക്കില്ല. നാനാർ മന്ത്രിസഭയിൽ എങ്ങനെയാണ് അദ്ദേഹം പുറത്തായത്? പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് എല്ലാവർക്കും അറിയാലോ. ആ മാനസികാവസ്ഥയിൽ നിന്ന്, ആ സ്വഭാവത്തിൽ നിന്ന് ഒരു ഇഞ്ച്, ഒരു മില്ലിമീറ്റർ പി ശശി താഴേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടി മുന്നിലാണ് എന്നാണ് എൻ്റെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പി ശശിയെക്കുറിച്ചുള്ള അഭിപ്രായം അതാണ്. ബഹുമാനപ്പെട്ട CM അങ്ങനെ വിശ്വസിപ്പിച്ച് CM അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാകുമായിരിക്കാം. അതിന് എനിക്ക് CM കുറ്റം പറയാൻ പറ്റില്ല. അത് CM ആണ് പഠിക്കേണ്ടത്. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? സ്വർണ്ണക്കടത്ത് അടിസ്ഥാനപരമായി നികുതി വെട്ടിപ്പാണ്. പോലീസ് സ്വർണം പിടിക്കുന്നത് ശരി, തൊണ്ടി മുതൽ ഉരുക്കുന്നതടക്കം പണി അവരെന്തിനെടുക്കണം? അവിടെയാണ് കടത്തിലെ കള്ളക്കളി. പോലീസ് കൊടുത്ത റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ. അൻവർ പറയുന്നു, പോലീസ് കൊടുത്തൊരു റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് പാവം മുഖ്യമന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ പറഞ്ഞ റിപ്പോർട്ടിനെ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ സ്വർണം ഡ്രസ്സിലും മറ്റും തേച്ചു വന്നു, ആ സ്വർണം കത്തിച്ച് കളഞ്ഞപ്പോൾ എടുത്തത് 950 ഗ്രാമ കിട്ടിയത് എന്ന് പോലീസ് റിപ്പോർട്ട്സ് കൊടുത്തിരിക്കുക. ഷാജൻ സ്ക്രീയുടെ വയർലെസ് ചോർത്തൽ കേസ് ശശിയും ADGP അജിത് കുമാറും ചേർന്ന് കൈക്കൂലി വാങ്ങി ഒതുക്കി. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലായാൽ മുഖ്യമന്ത്രിക്ക് തന്നോടുള്ള സമീപനം മാറും. പാർട്ടി തന്നെ വേണ്ടെന്ന് പറയും വരെ പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നും അൻവർ. തന്ത്രപരമാണ് അൻവറിന്റെ സമീപനം. നാടിന്റെ നന്മയ്ക്കെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അൻവർ കരുനീക്കുന്നു. രക്തസാക്ഷി കുടുംബങ്ങളിലെ അമ്മമാർ കണ്ണീരോടെ മെസ്സേജ് അയച്ചു എന്ന തരം വൈകാരിക സമീപനം. ഒപ്പം പാർട്ടിക്കെതിരല്ല, മുഖ്യമന്ത്രിയെ അവിശ്വസിക്കില്ല എന്ന് ആവർത്തിച്ചുകൊണ്ടുള്ള അടവ് നയം അൻവർ തുടരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ ഒപ്പം പി വി അൻവറിൻ്റെ വിശദമായ വാർത്താ സമ്മേളനത്തിൻ്റെ തുടർച്ചയിൽ അത് സംബന്ധിച്ച ചില കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു പതിവ് ചർച്ചാ പരിപാടിയൊന്നുമല്ല. സനീഷ് കൂടെ ചേരുന്നുണ്ട്. സനീഷ്, എന്തായാലും ഈ CPM-ൻ്റെ പോലീസ് നയം അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ പോലീസ് നയം, പിണറായി സർക്കാരിൻ്റെ പോലീസ് നയത്തെക്കുറിച്ച് വലിയ വിയോജിപ്പ് CPM-നുള്ളിൽ തന്നെയുണ്ട്. ആളുകൾ അതേക്കുറിച്ച്, CPM-ൻ്റെ അണികളും പ്രവർത്തകരുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും വളരെ സജീവമായി മുമ്പും ചർച്ച നടത്തിയിട്ടുള്ളതാണ്. ഇപ്പോൾ പി വി അൻവർ ഈ വിഷയം മുന്നോട്ടെടുത്തിട്ട് ശക്തമായി അത് സംസാരിക്കാൻ വന്നപ്പോഴാണ് അതിന് മറ്റൊരു മാനം കൈവരുന്നത്. മാത്രമല്ല, ഇപ്പോൾ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു കാലമാണ്. ആ കാലത്ത് ആ ചർച്ച ഏറ്റവും ശക്തമായി നിൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ പിണറായി വിജയൻ നേരിട്ട് പി വി അൻവറിനെ തന്നെ ഉന്നമിട്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുകയും അതേക്കുറിച്ച് വിശദമായി പറയുകയും ഈ സ്വർണ്ണക്കടത്തുകാരുമായുള്ള ബന്ധമടക്കമുള്ള വിഷയങ്ങളിൽ അൻവറിനെ ഒരു സംശയത്തിൻ്റെ ഒരു മുൾമുനയിൽ നിർത്തുകയും ഒക്കെ ചെയ്തതിന് ശേഷവും
തന്ത്രപരമായ ഒരു സമീപനമാണ് പി വി അൻവർ ഈ വിഷയത്തിൽ സ്വീകരിച്ചത്. തീർച്ചയായും എനിക്ക് തോന്നുന്നത് അൻവർ ഈ കളിക്കുന്നത് പലരും പല ഊഹാപോഹങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ അൻവർ രാജിവെക്കും, അൻവർ പുറത്തേക്ക് പോകുന്നു, അൻവർ വേറൊരു വിപ്ലവം നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കളിയല്ല. അതിനപ്പുറത്ത് ഈ സമ്മേളന കാലം കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കമാണ് എന്ന് തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് ആ വാർത്താ സമ്മേളനത്തിനപ്പുറവും ആ വിശദമായ വാർത്താ സമ്മേളനത്തിനപ്പുറവും കുറേയേറെ ഗ്രേ ഏരിയ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. എന്താ തോന്നിയത്? നിശ്ചയമായിട്ടും ഹർഷനി, നമ്മൾ ഈ പകല് ഇത് മുഴുവൻ ഇന്ന് മുഴുവൻ ഈ 2 വാർത്താ സമ്മേളനങ്ങളുടെ ദിവസമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് കവിയൂർ പൊന്നമ്മയുടെ സംസ്കാരം ഉണ്ടായിരുന്നു, എം ലോറൻസ് എന്ന വലിയ നേതാവ് മരിച്ചു. പക്ഷേ എന്നിട്ടും ഈ 2 വാർത്താ സമ്മേളനങ്ങളാണ്. ഇതിൽ ആദ്യ പാർട്ട് എനിക്ക് തോന്നിയത് ഹർഷൻ പ്രവചിക്കപ്പെട്ട, അല്ലെങ്കിൽ എനിക്ക് നേരത്തെ അറിയാവുന്നൊരു കാര്യം എന്ന നിലക്കാണ് എനിക്കതിനെ പറ്റിയുള്ളൊരു ഇംപ്രഷൻ. അതായത് പിണറായിയുടെ വാർത്താ സമ്മേളനം. ഇന്ന് രാവിലെ നമ്മുടെ എഡിറ്റോറിയൽ ബോർഡ് യോഗത്തിനകത്ത് തന്നെ ഞാൻ പറഞ്ഞു, പിണറായി സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഇതായിരിക്കും എന്ന്. അൻവറിനെ തള്ളി പറയാനാണ് അദ്ദേഹം പോകുന്നത് എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള 2ാം പാർട്ടിൽ അൻവർ എന്തായിരിക്കും ചെയ്യുക എന്നത് സംബന്ധിച്ച് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ട്വിസ്റ്റ് നടന്നത്. അതായത് സമീപകാലത്ത് പിണറായി വിജയൻ എന്ന അളന്നു തൂക്കി വാക്കുകൾ പ്രയോഗിക്കുന്ന ഓരോ ആളുകളെയും സംഭവങ്ങളെയും പറ്റി കൃത്യമായിട്ടും കണിശമായിട്ടും കാർക്കശ്യത്തോടെയും ആ വാക്കുകൾ പ്രയോഗിച്ച് വിലയിരുത്തുന്ന നേതാവ് ഇങ്ങനെ ആഞ്ഞടിച്ച മറ്റൊരു വ്യക്തി സമീപകാലത്തൊന്നുമില്ല. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷത്തോ BJPയുടെ പക്ഷത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടത്തിലോ ഒന്നും അങ്ങനെ ഒരാൾ, പിണറായിയുടെ ഇത്ര കനത്ത അടി ഉണ്ടായ മറ്റൊരാളില്ല. കാരണം അത്രയ്ക്ക് വിശദമായിട്ട് 2 മണിക്കൂറിലേറെ സമീപകാലത്തൊന്നും പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം നമ്മൾ ഇത്രയ്ക്ക് ദീർഘമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഹർഷൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് എന്ന സംഗതിയിലേക്ക് എൻ്റെ വായിലേക്ക് അത് വെക്കരുതെന്ന് വാർത്താ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകളതുണ്ടായിരുന്നു. ഏറ്റവും കടുത്ത തരത്തിൽ അദ്ദേഹം ശക്തമായിട്ട് പി വി അൻവറിനെതിരെ ആക്ഷേപം ഉന്നയിച്ചു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ കാണുന്നത് എന്താണ്? നോർമലി സാധാരണഗതിയിൽ ഉള്ളതിനേക്കാൾ കടുത്ത അടി പിണറായി വിജയൻ അടിച്ചാൽ ക്ഷീണിച്ചു പോവുകയാണ് പി വി അൻവറിനെ പോലത്തെ MLA വേണ്ടത്. പക്ഷേ എന്താ ഉണ്ടായത്? അദ്ദേഹം കൂടുതൽ പവർഫുള്ളായിട്ട് വന്നിട്ട് വാർത്താ സമ്മേളനം നടന്നതായിട്ടല്ലേ നമ്മൾ കണ്ടത്. പി വി അൻവർ അതിശക്തമായിട്ട്, എന്നാൽ അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി ഒട്ടും പെശകയില്ല. എവിടെയെങ്കിലും പ്രൊവോക്ഡായിട്ട് പിണറായി വിജയനെ എന്തെങ്കിലും എതിർക്കുന്ന നിലപാട് സ്വീകരിച്ചില്ല. പാവം മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്. പാവം മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ആരൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്ക് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ടായിരുന്നു, ദുർബലനായ, ഇങ്ങനെ എല്ലാവരും തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രം ദുർബലനായ ഒരു മുഖ്യമന്ത്രിയാണോ ഇദ്ദേഹം എന്ന് ചോദിച്ചപ്പോൾ അതെനിക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അല്ല എന്നല്ല, അതെനിക്കറിയില്ല എന്നാണ്. അതായത് മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നിലപാട്, അത് മുഖ്യമന്ത്രി എന്തെങ്കിലും കുറ്റം ചെയ്തു എന്നല്ല, പക്ഷേ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളോട് അതിശക്തമായിട്ട് ഞാൻ ഇനിയും എതിർക്കും എന്നതാണ് അദ്ദേഹം ഇതിനകത്ത് വ്യക്തമാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത്, ഇതിൽ ആര് ജയിച്ചു എന്നാണ് സാധാരണ സോഷ്യൽ മീഡിയയിലൊക്കെ രാഷ്ട്രീയത്തെ വളരെ പ്ലെയിനായിട്ട് കാണുന്ന മനുഷ്യരെ ചോദിക്കുക. ഇത് രണ്ടുപേരും തമ്മിൽ തല്ലുന്നു, ആര് ജയിച്ചു. ഇതിൽ മുഖ്യമന്ത്രിക്ക് എല്ലാ ദിവസവും ഒന്ന് വാർത്താ സമ്മേളനം നടത്താൻ പറ്റില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിക്ക് ഇന്ന് 2 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്തി, നാളെ വന്ന് 2 മണിക്കൂർ പി വി അൻവറിനെതിരെ മാത്രമായിട്ട് വാർത്താ സമ്മേളനം നടത്താനേ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ പദവിയും അദ്ദേഹത്തിൻ്റെ മറ്റൊരു സാഹചര്യങ്ങളും അതിന് അനുവദിക്കുന്നില്ല. പക്ഷേ പി വി അൻവറിന് അത് പറ്റും. അൻവർ ഈ സമീപ ദിവസങ്ങളിലെല്ലാം പകുതി ദിവസം ഓരോ കേരളത്തിലെ മുഴുവൻ വാർത്താ ചാനലുകളുടെയും പകുതി ദിവസം അൻവർ കൊണ്ടുപോവുക. അതിൻ്റെ ഇടയ്ക്ക് വാട്സപ്പ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും, അതിനകത്ത് മൂപ്പര് മറ്റെല്ലാവരോടും ചർച്ചയ്ക്കിരിക്കും. അപ്പോൾ വാർത്താ സമ്മേളനങ്ങൾ നടത്താനും കാര്യങ്ങൾ വീണ്ടും 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 ആവർത്തിച്ച് പറയാനും പി വി അൻവറിനുള്ള ഒരു സ്വാതന്ത്ര്യം പിണറായി വിജയനില്ല. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് നമ്മൾ വരുന്ന നിമിഷങ്ങളിൽ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരുന്നത് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് ഇപ്പോൾ വളരെ പ്ലെയിനായിട്ട് ആര് ജയിച്ചു എന്ന് ചോദിച്ചാൽ, VS പിണറായി തർക്കകാലത്ത്, ഞാൻ ആ തർക്കത്തെ ഇതിനോട് സമീകരിക്കുകയല്ല, അത് വേറൊരു മെഗാ സംഭവമാണ്. പി വി അൻവർ VS അച്യുതാനന്ദനെ പോലെ അല്ല, അത്ര ഒരു സംഗതിയല്ല. പക്ഷേ ഇത് ഒരു വഴക്കാണ് എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ 2 വ്യക്തികൾ, 2 നേതാക്കന്മാർ മുഖാമുഖം നിന്ന് ചില കാര്യങ്ങൾ എതിരഭിപ്രായങ്ങൾ പറയുകയാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുന്നിൽ പിണറായി വിജയൻ ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു എന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സാഹചര്യം, അല്ലേ? തീർച്ചയായും. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു സമ്മേളന കാലത്തേക്ക് പോവുകയാണ്, ആ സമയത്തുണ്ടാവുന്ന ഉയർന്നു വരുന്ന ഒരു ചർച്ചയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എം ലോറൻസ് അന്തരിച്ചിരിക്കുന്നു. അദ്ദേഹം അടക്കം ഉൾപ്പെട്ട കേരളത്തിലെ CPM-ലെ വലിയ വിഭാഗീയതയുടെ കാലം നമ്മൾ കണ്ടതാണ്. ആ കാലത്ത് അത് ആ സമയത്ത് ചർച്ച ചെയ്യുമ്പോൾ വളരെ വളരെ പ്രത്യയശാസ്ത്രപരമായ ചർച്ചകളാണ് എന്നൊക്കെ നമ്മൾ വിചാരിച്ചെങ്കിലും പിന്നീട് പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം പാർട്ടി തന്നെ പിന്നീട് വിലയിരുത്തുന്നത് വ്യക്തിയധിഷ്ഠിതമായ വിഭാഗീയത തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് എന്നാണ്. പക്ഷേ ആ വിഭാഗീയതയിലൂന്നിയുള്ള വാർത്തകളായിരുന്നു അതിന് ചുറ്റും നിറഞ്ഞത് ആ കാലത്ത്. ഇതിപ്പോൾ അങ്ങനെയല്ല. പാർട്ടിയിലൊരു വിഭാഗീയത എന്ന നിലയ്ക്ക് പറയാനുണ്ടായിരുന്നില്ല, പക്ഷേ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു പലതരത്തിൽ. ഇപ്പോൾ ഒരു സമ്മേളന കാലത്തേക്ക് എത്തുമ്പോൾ ഇപ്പുറത്ത് ഒരു ചർച്ച ഉയരുകയാണ്. അതായത് നേരിട്ട് പി വി അൻവറിൻ്റെ പ്രശ്നം എന്താണ്, അത് ഇന്ന് അൻവർ പറഞ്ഞു കഴിഞ്ഞു.
ഷാജൻ സ്കറിയയുടെ കേസിൽ ഷാജൻ സ്കറിയയെ പോലെ പി വി അൻവറിൻ്റെ അഭിപ്രായത്തിൽ അത്രയധികം എന്താണ് സമൂഹത്തിന് ദോഷം ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ ഈ ദേശസുരക്ഷയെ കണക്കാക്കിയുള്ള ഒരു കേസ് കൊടുക്കുമ്പോൾ ആ കേസിൽ അറസ്റ്റ് ചെയ്യാതെ അയാളെ രക്ഷപ്പെടുത്തുന്ന സമീപനം ADGPയും പി ശശിയും സ്വീകരിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം ആരോപിക്കുന്നത്. ആ ആരോപണം, ആ വിഷയം മാത്രമാണ് യഥാർത്ഥത്തിൽ പി വി അൻവറിൻ്റെ വിഷയം. പി വി അൻവറിന് ഈ ടാർഗറ്റ് ചെയ്ത് പിടിക്കാൻ, ഈ പറയുന്ന രണ്ടുപേരെ ADGPയെയും പി ശശിയെയും ടാർഗറ്റ് ചെയ്ത് പിടിക്കാനുള്ള മറ്റു വിഷയങ്ങൾ പി വി അൻവർ ആലോചിക്കുമ്പോഴാണ് പി വി അൻവർ തന്നെ പറയുന്നത് പോലെ ഞാൻ അതിൻ്റെ പിന്നാലെ പോയപ്പോൾ എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ കൂടി കിട്ടി എന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ നിന്നുകൊണ്ട് മറ്റു പല താല്പര്യങ്ങളും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് സമ്മേളന കാലയളവിൽ മറ്റൊരു തരത്തിൽ കൂടി പ്രതിഫലിക്കാം. നമുക്കറിയാം, ഒന്നാം പിണറായി സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ആ പോലീസ് നയം പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ഒന്ന്, പിണറായി വിജയൻ തന്നെയാണ് ആത്യന്തികമായി ഒരു ലീഡർ എന്ന നിലയിൽ അങ്ങേയറ്റം മുഴുവൻ അധികാരങ്ങളും ഉറപ്പിച്ചു പിടിച്ചുകൊണ്ട് ആ സർക്കാരിനെ നയിക്കുന്നത്. അദ്ദേഹം തന്നെ തീരുമാനിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയായിരിക്കണം പാർട്ടി ഇടപെടേണ്ടത് എന്നത് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. പാർട്ടി അംഗങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടി നേതാക്കന്മാർക്ക് പോലീസ് സ്റ്റേഷനിൽ പ്രത്യേകിച്ച് കാര്യമില്ല. പി വി അൻവർ ആദ്യം നടത്തിയ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സോഷ്യലി അക്കൗണ്ടബിൾ ആണ് ഈ ഉദ്യോഗസ്ഥർ എന്നത് ഉറപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു പൊതു ഇടപെടൽ നടക്കാൻ കഴിയാത്ത ഒരേ ഒരു സംവിധാനം, സർക്കാർ സംവിധാനം ഇപ്പോൾ പോലീസാണ്. അതായത് നിങ്ങൾക്ക് ഒരു വില്ലേജ് ഓഫീസിൽ ചെന്ന് കയറി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, മറ്റേതെങ്കിലും ഒരു കൃഷി ഓഫീസിൽ ചെന്ന് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും, വേണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ വരെ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റും. പക്ഷേ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥിതി, ആ ചോദ്യമുണ്ടല്ലോ, ആ ഒരു പോയിന്റ് എല്ലാ അർത്ഥത്തിലും താഴെത്തട്ടിലുള്ള CPM അണികളടക്കം ആവർത്തിച്ച് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വളരെ മോശം പെരുമാറ്റമാണ് പാർട്ടി പ്രവർത്തകർക്ക് ഉണ്ടാകുന്നത് എന്നുള്ള ആരോപണം അവർ തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. ആ വിഷയത്തിൽ ഊന്നിക്കൊണ്ട് മറ്റ് സർക്കാരുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ചർച്ചയെ കൊണ്ടുവയ്ക്കാൻ ഇനിയിപ്പോൾ പാർട്ടിക്കുള്ളിലെ ഈ അതൃപ്ത വിഭാഗത്തിന് കഴിയും എന്ന നിലയ്ക്ക് തന്നെയാണ് ഞാൻ ഈ വിഷയത്തെ കാണുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് കാര്യം, അതായത് അതിനുശേഷം പി വി അൻവർ ആ രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടത്തുമ്പോഴാണ് കൂടുതൽ വ്യക്തത കൂടി ആ വിഷയത്തിൽ വരുന്നത്. ഇതിനകത്ത് ഹർഷ ഒരു നിമിഷം, ഞാനത് ഇതോട് ചേർത്തുള്ളൊരു കാര്യം പുതിയതായിട്ട് അഞ്ജു ജയപ്രകാശ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്, പൂരം കലക്കലുടെ റിപ്പോർട്ട് അതിനകത്തുണ്ടത് വാട്സപ്പിൽ. പൂരം കലക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചു. ADGP MR അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്കാണ് റിപ്പോർട്ട് നൽകിയത്. ഇന്ന് വൈകിട്ടാണ് ADGP നേരിട്ട് റിപ്പോർട്ട് നൽകിയത്. ഇന്ന് തന്നെ സമർപ്പിക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഇത്. 24-ന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നു. റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറും. ഇതിപ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഈ കാര്യം വരുന്നത്. അതെ. ഇതിപ്പോൾ ഹർഷ, ഇത് ADGP അജിത് കുമാറിൻ്റെ തിരക്കിട്ട നീക്കം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് എങ്ങനെയാണ് ഇപ്പം ഇതും മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് കാര്യങ്ങൾ ആലോചിക്കുന്ന ആളുകൾക്ക് അതിനുള്ളൊരു പോയിന്റ് ആയിട്ടാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ദീർഘമായ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. മാത്രമല്ല, അതിൽ അദ്ദേഹം ആ അതൃപ്തിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ആ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പോയിന്റ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം എന്താ പറയുന്നത്, ഇത് 21-ന് റിപ്പോർട്ട് കിട്ടേണ്ടതായിരുന്നു, അതെന്താണ് നീണ്ടത് എന്നുള്ളത് 24-നകം കിട്ടുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് റിപ്പോർട്ട് നീണ്ടത് എന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചോദിച്ചു. അങ്ങനെയാണ് അദ്ദേഹം അതിനെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ തിരക്കിട്ട് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു അപകടം കൂടെയുണ്ട്. അതായത് ADGP അജിത് കുമാർ സൂപ്പർ മുഖ്യമന്ത്രി ചമയുകയാണ് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദീർഘമായുള്ള വാർത്താ സമ്മേളനം നടന്നതിന് ശേഷമേ എൻ്റെ റിപ്പോർട്ട് പുറത്തു വരൂ എന്ന് ADGP തീരുമാനം എടുത്തെന്നാ തോന്നുക. അതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ചല്ല പറയുന്നത്. പക്ഷേ അത് മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനത്തിന് മുമ്പ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ കാര്യം മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനത്തിൽ പറയാമായിരുന്നു. നമുക്ക് ഈ വാർത്തയുടെ റിപ്പോർട്ടിലേക്ക് പോയതിനു ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, എന്താണ് വിശദാംശങ്ങൾ? അന്വേഷണം പ്രഖ്യാപിച്ച് 5 മാസം റിപ്പോർട്ട് സർക്കാരിന്റെ മേശപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ വലിയ തരത്തിൽ വിമർശനം ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ വിമർശനത്തിന് പിന്നാലെ ഇതാ തൃശൂർ പൂരം കലക്കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണം
നടത്തിയതിന്റെ റിപ്പോർട്ട് നിലവിൽ ADGP സമർപ്പിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തേക്ക് വരുന്നത്. ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ADGP നേരിട്ട് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇന്ന് തന്നെ സമർപ്പിക്കണമെന്നൊരു നിർദ്ദേശം DGP നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ്. 24-ന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നത്. അതിനനുസരിച്ചാണ് ഇന്ന് തന്നെ ഈ റിപ്പോർട്ട് ADGP MR അജിത് കുമാർ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇതോടുകൂടി കെട്ടടങ്ങില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇത് അന്വേഷണം ആരാണോ ആരോപണ വിധേയനായിട്ടുള്ളത് അദ്ദേഹം തന്നെ അന്വേഷിച്ച റിപ്പോർട്ട് അതൊരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇനി ആ റിപ്പോർട്ടിൽ എന്താണ് ഉണ്ടാവുക എന്നത് തന്നെയാണ് ഏവരെയും സംബന്ധിച്ചിടത്തോളം ആകാംക്ഷ നിലനിൽക്കുന്നത്. ഈ അന്വേഷണം ആക്കിയെന്ന് അറിയിച്ചതിന് പിന്നാലെ ഈ റിപ്പോർട്ടിൽ ഈ പൂരം കലക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ് പരാമർശിച്ചിരിക്കുന്നത് എന്നത് തന്നെയാണ് ഏറെ നിർണായകമായിട്ടുള്ള കാര്യം. ഇതിൽ പ്രധാനമായും മുഖ്യമന്ത്രിക്ക് ലഭിച്ച 4 പരാതികളാണ് ഈ അന്വേഷണത്തിന് ആയിട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് ഈ MR അജിത് കുമാർ ഈ തൃശ്ശൂരിലുള്ളപ്പോഴാണ് ഈ പൂരം അലങ്കോലപ്പെടുന്നത്. മറ്റൊരു കാരണം പറയുന്നത് ഈ തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടാനുള്ള കാരണം ചൂണ്ടിക്കാട്ടി ഈ തൃശ്ശൂർ കമ്മീഷണറായിരുന്ന ഈ അങ്കിത് അശോകനെ സ്ഥലം മാറ്റിയിരുന്നു. ഇത് പൂർണ്ണ ഉത്തരവാദിത്തം കമ്മീഷണറിൽ മാത്രം ഒതുക്കാൻ പറ്റുമോ എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ആ നിമിഷം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ. ഈ മറ്റെന്തൊക്കെ ശുപാർശകൾ അടക്കം ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് ഒരുപക്ഷെ നാളെ തന്നെ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരാൻ സാധ്യതയുണ്ട്. റൈറ്റ് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് എന്തായാലും സ്വന്തം നിലയ്ക്ക് കുറ്റപ്പെടുത്തുന്ന ഒരു റിപ്പോർട്ട് ADGP MR അജിത് കുമാർ കൊടുക്കും എന്ന് നമുക്ക് കരുതാനാവില്ല. അപ്പോഴാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ അടക്കം ആരോപണങ്ങൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നത്. കാരണം പൂരം നടത്തിപ്പിന്റെ ബ്ലൂ പ്രിന്റ് നൽകിയത് ADGP MR അജിത് കുമാറാണ്. ലോ ആൻഡ് ഓർഡർ ADGP ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാറാണ്. അദ്ദേഹം ഈ പൂരം നടക്കുന്ന സമയം മുഴുവൻ ആ സ്ഥലത്തുണ്ട്. അവിടെ ഒരു കമ്മീഷണർക്ക് ഏകപക്ഷീയമായി മണിക്കൂറുകളോളം പൂരം കലക്കാൻ വേണ്ട ഇടപെടൽ നടത്താൻ കഴിയുമോ എന്നത് ന്യായമായ സംശയമാണ്. ആ സംശയമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ സംശയത്തിനുള്ള ഉത്തരം എന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഇല്ല. ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. അതാണ് ഇതിനകത്ത് ഈ വാർത്താ സമ്മേളനം അവസാനിക്കുമ്പോൾ ആ ഒരു ഗ്രേ ഏരിയ അവശേഷിക്കുന്നു എന്നുള്ളതിൽ ഒന്നാമത് പറയാനുള്ള ഒരു വിഷയം. മറ്റൊന്ന്, എന്തിനാണ് ADGP RSS നേതാക്കളുമായി തുടർച്ചയായി കൂടിക്കാഴ്ച നടത്തിയത്? 10 ദിവസത്തെ ഇടവേളയിൽ 2 തവണ കൂടിക്കാഴ്ച നടത്തുന്നു എന്നത് എന്തിനാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴും ആയിട്ടില്ല. അതിപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അതിനെ പരിഹസിച്ചുകൊണ്ടും അല്ലെങ്കിൽ മറ്റു പലതരത്തിൽ ചർച്ചയ്ക്കെടുത്തും ആളുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് RSSൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാം എന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് വേണമെങ്കിൽ ഇനി കൂടി കണ്ടുകൂടെ എന്നുള്ളത് ശരിയാണ്. വളരെ സ്വാഭാവികമായി അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാദിച്ച് നിൽക്കാൻ പറ്റും ഇനി ഈ ചർച്ച വികസിക്കുമ്പോൾ. പക്ഷേ ഈ ചോദ്യം മറ്റാരുടെയും മനസ്സിൽ അവശേഷിച്ചില്ലെങ്കിലും CPIM പ്രവർത്തകരുടെ മനസ്സിൽ അവശേഷിക്കും. അതാണ് അവിടെ നിന്നാണ് എനിക്ക് പറയാനുള്ളത് ഹർഷൻ. അതായത് ഈ CPMകാരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രത്യേകിച്ചും നമ്മൾക്കറിയാവുന്ന CPMകാരെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു CPMകാരൻ ജനിക്കുന്നത് തന്നെ പോലീസ് വിരുദ്ധനായിട്ടാണ്. അതായത് പോലീസ് ഭരണകൂടമാണ്. അതെ, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ പോലീസ് ഭരണകൂടത്തിൻ്റെ മർദ്ദനോപകരണമാണ്, ഏത് ഭരണകൂടവും അവർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും ഇതിനെ എന്ന് മനസ്സിലാക്കുന്ന ഒരു CPM അണിക്ക് മുന്നിൽ നിരന്തരമായിട്ട് പോലീസിനെ അനുകൂലിക്കുന്നൊരു മുഖ്യമന്ത്രിയെ കാണാനാവുന്ന ഇന്നത്തെ ദിവസത്തിന് വേറെയും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, പോലീസിൻ്റെ അതിക്രമത്തിന് വിധേയനായി കമ്മ്യൂണിസ്റ്റ് ജീവിതം തുടങ്ങിയ, കമ്മ്യൂണിസത്തെ കേരളത്തിൽ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച MM ലോറൻസിൻ്റെ അന്ത്യമുണ്ടായ ദിവസമാണെന്ന്. നാളത്തെ ദേശാഭിമാനി വാർത്തയിലടക്കം MM ലോറൻസിൻ്റെ ഈ പോലീസ് അതിക്രമത്തിൻ്റെ ചരിത്രം നാളെ പാർട്ടിക്കാർ വായിക്കും. ഇന്നിപ്പോൾ മുൻ DYSP P സുകുമാരൻ BJPയിൽ ചേർന്ന ദിവസമാണ്. അതായത് ആരാണ്? ഷുക്കൂർ വധക്കേസ് ഉൾപ്പെടെ പ്രമാദമായ കേസുകൾ അന്വേഷിച്ച, ഷുക്കൂർ കേസിൽ P ജയരാജനെ അറസ്റ്റ് ചെയ്ത സുകുമാരൻ DYSP P സുകുമാരൻ BJP ചേർന്നു. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർ ആ പരിപാടി പങ്കെടുത്തു. സുകുമാരനെ പേരെടുത്ത് വിമർശിച്ച MV ജയരാജൻ്റെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കണ്ണൂർ എനിക്കറിയാം. അതായത് അത് വളരെ മലദ്വാരത്തിൽ ആയുധം കയറ്റിയല്ലേ സുകുമാര എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സുകുമാരനെ കുറിച്ചാണ്. അങ്ങനെ വളരെ പിടിവിട്ടുള്ള ഒരു വാർത്ത ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് MV ജയരാജൻ ഇദ്ദേഹത്തിനെതിരെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, CPMനെതിരെ കർക്കശമായ നിലപാടെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ ഇവിടെ BJPയിലേക്ക് ചേരുന്ന ഒരു ദിവസം. അങ്ങനെ പോലീസ് എന്ന് വെച്ചാൽ ഒരു കുഴപ്പം പിടിച്ച ഫോഴ്സാണ് എന്ന് ആവർത്തിച്ച് CPMമാർ മനസ്സിലാക്കുകയും പറയുകയും ചെയ്യുന്ന അതേ ദിവസങ്ങളിലാണ് മുഖ്യമന്ത്രി പോലീസിൻ്റെ മനോവീര്യം എന്ന വാക്ക് വീണ്ടും ഉപയോഗിക്കുന്നത്. അതായത് തമാശ പറഞ്ഞില്ല. അതായത് അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ എൻ്റെ മനോവീര്യം മഞ്ഞു കട്ട കൊണ്ടുണ്ടാക്കിയതല്ല എന്നാണ് അൻവർ ഒരൊറ്റ അടി അടിച്ചത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ CPM, അതായത് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അതായത് പാർട്ടിക്ക് പുറത്തുള്ള ഒരു വിമർശകനെ
MN വിജയൻ്റെ കാലത്താണ് പിണറായി വിജയൻ കണ്ടത് ഇത്രയ്ക്ക് ശക്തമായിട്ട്. പാർട്ടിക്ക് പുറത്തുള്ള ആൾ, പാർട്ടി അനുഭാവി, പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ. പക്ഷേ MN വിജയൻ്റെ സ്റ്റാറ്റസുള്ള ആളല്ല അൻവർ. ഞാൻ നേരത്തെ പറഞ്ഞ അൻവറിന് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്താം. ഒരു കരാട്ടയുടെ നിയമങ്ങൾ പാലിച്ചിട്ട് മാത്രമേ തല്ലാൻ പോകൂ എന്ന് തീരുമാനിക്കുന്ന ഒരാളും ഒരു നാടനടിക്കാരും അങ്ങനെ പിടിച്ചു വാരി അടിക്കുന്ന ഒരു കാര്യം തമ്മിലുള്ള തല്ല് നടക്കുന്ന പോലെയായിരിക്കും PV അൻവറും പിണറായി വിജയനും തമ്മിലുള്ള യുദ്ധം. കാരണം പിണറായി വിജയന് പാർട്ടിയിലായിരുന്നു മാറാനൊന്നും പറ്റില്ല, വല്ലാതെ പാർട്ടി കാര്യങ്ങൾ കൊണ്ടുപോയിട്ടേ പറ്റൂ. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് എല്ലാ ദിവസവും വാർത്താ സമ്മേളനം നടത്താൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്താണ് MN വിജയനെ പോലെ ഒരു ഗരിമയൊന്നും കൊണ്ടല്ല PV അൻവർ നേരിടുക. ഈ പറയുന്ന പോലീസിനെതിരായിട്ടുള്ള ശരിയാണെന്ന് പാർട്ടി പ്രവർത്തകർ വിശ്വസിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും PV അൻവർ ഇതിനെ നേരിടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായിയോട് എത്രമാത്രം ആഭിമുഖ്യമുള്ള ആളാണെങ്കിൽ പോലും CPM പ്രവർത്തകർക്ക് പിണറായിക്ക് മേലൊരു ഏതോ തരത്തിൽ അൻവർ പറയുന്നത് ശരിയാണെന്ന് തോന്നലുകൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഈ അൻവർ ഇതിനു മുമ്പ് പിണറായി വിജയൻ നേരിട്ട ഒരു പ്രശ്നകാലത്ത് നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. നേരിട്ട് പിണറായി വിജയനെ തള്ളിപ്പറയാനോ പാർട്ടിയെ തള്ളിപ്പറയാനോ PV അൻവർ ശ്രമിക്കാത്തിടത്തോളം, അതിന് തയ്യാറാകാത്തിടത്തോളം ഇത് CPM-നുള്ളിലെ ആഭ്യന്തര ചർച്ചകളിൽ അതിനെ ഡ്രൈവ് ചെയ്യാൻ തക്കവണ്ണം PV അൻവറിൻ്റെ നിലപാടുകൾ അതിന് കാരണമാകും എന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അത് CPM-നെ പോലെ സംഘടനാ സ്വഭാവമുള്ള ഒരു പാർട്ടി ആഗ്രഹിക്കുന്നതോ പാർട്ടി അണികൾ ആഗ്രഹിക്കുന്നതോ അല്ല. പക്ഷേ ഈ പോലീസ് നയവും സർക്കാരിനെതിരെയുള്ള വിമർശനവും എല്ലാം ചേർന്ന് അണികളെ ആ ഒരു പരുവത്തിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് നമുക്കിനിയിപ്പോൾ കൂടുതൽ ഈ വിഷയത്തിൽ ചർച്ചയിലേക്കൊന്നും പോകേണ്ടതില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആളുകൾ കരുതും ഇത് ഇവിടെയും ചർച്ച വീണ്ടും തുടങ്ങിയോ എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഇന്ന് നമ്മൾ രണ്ടുപേരും ഇന്ന് കുറച്ച് ആളുകൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് നമ്മൾ അതെ, എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം, കൗതുകമുള്ള ഒരു കാര്യം, എന്നാൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു കാര്യം എന്ന നിലയ്ക്കാണ് അത് ഇപ്പോൾ നമ്മൾ ചർച്ചയ്ക്കെടുത്തത്.